കൊക്കോ മീഡിയയാണ് ഞങ്ങളെ ഈ ഒരു സലൂൺ ആദ്യം ക്ഷണിക്കുന്നത്. കൊക്കോ മീഡിയയുടെ മെയിൻ ആളോട് വിഷ്ണു ചേട്ടൻ, വിഷ്ണുണ്ട്. ഇവരാണ് ഞങ്ങളെ മലപ്പുറത്ത്, ഞാൻ ഏറ്റവും കൂടുതൽ മലപ്പുറത്ത് ഇനാഗുറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവരാണ് എന്നെ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ളത്. അപ്പൊ അവരെ പേര് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ വന്ന എല്ലാ മൊഞ്ചന്മാർക്കും മൊഞ്ചത്തികൾക്കും എല്ലാവർക്കും ഒത്തിരി സ്നേഹവും ഉമ്മ. ഒരുപാട് പേര് നന്ദി അറിയിക്കുകയാണ്. കാരണം എല്ലാരും എന്നെ കാണാമല്ലോ വന്നേ. ഞാനും അനുമോളെ കാണാൻ വേണ്ടി വന്നാണ്. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ വരുന്നതിന് മുന്നേ എനിക്ക് സ്റ്റോറി ഭയങ്കര സന്തോഷം. നല്ല കേടി നമ്മുടെ അനുഭവം തീർന്നില്ല. മൊഞ്ചന്മാരല്ല അതെ. സംസാരിച്ചോട്ടെ, എന്റെ സംസാരം കേട്ട എനിക്ക് ഇഷ്ടമല്ലേ? സൗണ്ട് ഇല്ലാതെ തന്നെ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പൊ സൗണ്ട് ഉണ്ടെങ്കിലും അല്ലേ? അല്ല, ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ആ സൗണ്ട് പോയില്ല. എന്തായാലും ഒത്തിരി സന്തോഷം. അല്ല, ഇവിടെ വന്നു കഴിഞ്ഞ് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ മോശമല്ലേ? പിന്നെ നിങ്ങൾ ഇത്രയും എന്തിനാ വെയിറ്റ് ചെയ്തത് അല്ലേ? നിങ്ങൾ നമ്മളെ കാണാൻ വേണ്ടിയല്ലേ വന്നത്. അപ്പൊ ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കണ്ടേ? എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ അടുത്തൊക്കെ വന്ന് സംസാരിക്കുന്നത്. പക്ഷെ പേടിയാ, തിരിച്ചറിയാം. എന്തായാലും ഒത്തിരി സന്തോഷം. ഞാൻ എന്റെ സംസാരം നിർത്തിയാണ്. ഇവിടെ ആ കൊല്ലന്മാർ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ഓക്കെ ബൈ, താങ്ക് യു. നല്ല കൈയടി കൊടുക്കാട്ടോ. അപ്പൊ റിയൽ ലൈഫിലും ഇങ്ങനെ തന്നെയാണെന്ന് അനുദയം തെളിയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, തെളിയിച്ചിരിക്കുകയാണ്. ഒരു നല്ല കൈയടി നമ്മുടെ കംപ്ലീറ്റ് സ്നേഹവും നൽകാം. ഹായ് ഷിയാസ് കരീം, ഒന്നുകൂടെ ലുക്കായല്ലോ. അപ്പൊ നിക്കാഹൊക്കെ കഴിഞ്ഞു, അതിന്റെ ട്രീറ്റ് ഒക്കെ വേണം. ലൈഫൊക്കെ എങ്ങനെ പോകുന്ന ഉഷാറല്ലേ? പുതിയ സിനിമകളൊക്കെ ഉണ്ടോ? സിനിമ തമിഴ് പടം 2 പടം ഇറങ്ങാണ്ട്, പിന്നെ പ്രഭുദേവയുടെ കൂടെ ഉണ്ട്, പിന്നെ സത്യരാജ് സാറിന് 2 പടം, എപ്പോഴും 2 പടം ഇറങ്ങുന്നത്. തമിഴാണ്. മലയാളം ഒരു പടം ഷൂട്ട് ചെയ്യാണ്ട് വലിയൊരു നടന്നുകൂടെയാണ്. ഞാൻ പറയുന്നില്ല, പറഞ്ഞത് നടന്നില്ലെങ്കിലോ അതുകൊണ്ട് വലിയ മലയാളത്തിൽ ആരും വിളിക്കൂല. സത്യമായ ഒരു കാര്യമാണ്. പക്ഷെ ഇന്നൊരു സിനിമയുണ്ട് മലയാളത്തിൽ, ഒരു പടമുണ്ട്, വലിയൊരു നടന്നുകൂടെയാണ്. അപ്പോൾ പടം ഷൂട്ട് തുടങ്ങും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ദുആ ചെയ്യുക. വലിയൊരു നടനാണെന്ന് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, മലപ്പുറംകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആർക്കും എന്തോ ആകാൻ പറ്റുമെന്ന് അറിയാം.